ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. ഇന്ന് നമുക്കൊരു നല്ല സോഫ്റ്റായ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. അധികം സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല. കണ്ടില്ലേ, നന്നായി ആ പഞ്ചസാര പാനിയൊക്കെ അതിൻ്റെ ഉള്ളിലായി നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളാണ് വേണ്ട. കുറച്ചെന്ന് പറഞ്ഞാൽ ആകെ 3 സാധനങ്ങൾ ആവശ്യമുള്ളൂ. മെയിനായിട്ട് മൈദ വേണം, പിന്നെ മിൽക്ക് പൗഡർ വേണം, അതുപോലെ തന്നെ പാലും വേണം. ഞാനത് മൈദ ചേർത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്, ഒരു 2 നുള്ള് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 നുള്ള് മാത്രം വേണ്ട, കൂടരുത് സോഡാപ്പൊടി. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വറുക്കാനെടുക്കുമ്പോൾ നമ്മുടെ ബോൾസിൻ്റെ ഒക്കെ ഷേപ്പ് മാറിക്കിട്ടും. അതുകൊണ്ട് അത് കൂടാണ്ട് നോക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1-2 ടീസ്പൂണ് അത്ര മാത്രമേ വേണ്ടൂ. ഇതൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. കാരണം മൈദയും പാൽപ്പൊടിയും നെയ്യും സോഡാപ്പൊടിയും ഒക്കെ എല്ലാ വശത്തേക്കും ആവണ പോലെ നന്നായി മിക്സ് ചെയ്യണം. ഒന്ന് തിരുമ്പി മിക്സ് ചെയ്താൽ മതി, അപ്പോൾ എല്ലായിടത്തേക്കും ആയി കിട്ടും. ഇതിൽ നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കുഴയ്ക്കണം. എനിക്ക് ഏകദേശം 1/2 കപ്പോളം പാൽ ആവശ്യം വന്നു. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് പാലിന് വ്യത്യാസം വരാം, എന്നാലും ഏകദേശം അത്രത്തോളം വേണ്ടി വരും. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കുഴയ്ക്കേണ്ടത്. ഭയങ്കര ഹാർഡായിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴയ്ക്കരുത്, കുറച്ച് ലൂസായിട്ടിരിക്കണം. കാരണം ഹാർഡായി കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോളുകളൊന്നും വേവില്ല. എണ്ണയിലിടുമ്പോൾ അത് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ പിന്നെ പഞ്ചസാര പാനി കുഴയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ലൂസാക്കി കുഴയ്ക്കുക. അങ്ങനെ കുഴച്ച് വെറുതെ വെച്ചാൽ മതി. കാരണം നമുക്ക് വെള്ളം ലൂസാകുമ്പോൾ കുഴയ്ക്കാൻ ഇത്തിരി പാടാവില്ല ബോൾ പോലെയൊക്കെ. അപ്പോൾ ഇങ്ങനെ കുഴച്ചിട്ട് ഒന്ന് അവിടെ വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് വെക്കണം. അത്രയും സമയം അതവിടെ ഇരുന്ന് ഒന്ന് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് അത്രയും സമയം വെക്കണത്. കൂടുതൽ സമയമൊന്നും വെക്കണ്ട കേട്ടോ, ഒരു 10-15 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത് ആ പാലൊക്കെ നന്നായി അബ്സോർവ് ചെയ്ത് നല്ലൊരു ഇതായിരിക്കും. ഇനി വേണമെന്ന് വെച്ചാൽ പാലപ്പോൾ ഉരുട്ടാൻ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഇനി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിരിക്കണേ. അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കണം. നൂൽപ്പരുവോ അങ്ങനെ ഇതൊന്നും ആവേണ്ട ആവശ്യമില്ല. വെറുതെ ആ പഞ്ചസാര നന്നായി അലിഞ്ഞ് ആ വെള്ളം ഒന്ന് നല്ല പോലെ തിളച്ച് കിട്ടിയാൽ മതി. നമുക്ക് അത്ര മാത്രം ആവശ്യമുള്ളൂ. ഒന്ന് ഇളക്കി കൊടുത്തോളണം പഞ്ചസാര വെള്ളം ഒഴിച്ചിട്ട്. പടിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കാണ്ടിരുന്നാൽ ചിലപ്പോൾ ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ കിടക്കും അടിയിൽ. അതില്ലാണ്ടിരിക്കാനാണ് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയണേ. ഇനി ഇത് കണ്ടില്ലേ, നല്ല പോലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും പിന്നെ ഒരു 2 ഡ്രോപ്പ് റോസ് വാട്ടറും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. എനിക്ക് അതിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ഇത് ചേർത്തിരിക്കണത്. അതുപോലെ തന്നെ 2 നുള്ള് കുങ്കുമപ്പൂ ഇടാം. അതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് ഒരു മണം കിട്ടാൻ വേണ്ടി ഇട്ടുമെന്ന് മാത്രമേ എൻ്റെ ഉള്ള കാരണം. ഇനി നമുക്ക് നമ്മുടെ ആ മാവിനെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കണം. ഉരുളയാക്കാൻ നമ്മൾ നെയ്യൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ അതിൽ നെയ്യിട്ട കാരണം അതിലുണ്ടാവും. പിന്നെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം. ഉരുട്ടുമ്പോൾ ബലം പ്രയോഗിച്ച് ഉരുട്ടരുത്. ഒരുവിധം സോഫ്റ്റായി ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. എവിടെയും ഇങ്ങനെ വിള്ളലൊന്നും പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ബോൾ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ എല്ലാം ഉരുളകളും ഉരുട്ടി നന്നായി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ എണ്ണ വെക്കണം. എണ്ണ ചൂടാവരുത് അധികം, ഒന്ന് ചെറിയ ലൈറ്റ് ചൂടാവണമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ആദ്യം ഒരെണ്ണത്തിന് ഇട്ടിട്ട് നോക്കി നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അത് പൊട്ടണില്ല കുഴപ്പമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളതും കൂടി ഒരുമിച്ചിടാം. ഒരെണ്ണം ഇട്ട് വറുത്തെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇടേണ്ടത്. നമ്മുടെ മാവിൽ വെള്ളം കുറവാണെങ്കിൽ ഇത് പൊട്ടും, വിണ്ട് വരുന്ന കാണാം ബോള് മാവിൽ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒന്ന് ഇത്തിരി ലൂസാക്കിയിട്ട് ഉണ്ടാക്കണം. ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കണം. എന്നാലാണ് അത് എല്ലാ വശവും വെന്ത് കിട്ടുള്ളൂ. തീ കൂട്ടി വെക്കരുത്, തീ സിമ്മിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. അല്ലെങ്കിൽ അത് ഉള്ളു വേവാണ്ട് പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളൊന്നും വേവില്ല കേട്ടോ. അതുകൊണ്ട് സിമ്മിലിട്ട് മെല്ലെ 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 വെന്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ പഞ്ചസാര പാനിയിൽ ഇടുമ്പോൾ അത് ശരിക്ക് ആ പഞ്ചസാര പാനീനെ അബ്സോർവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉള്ളിൽ അബ്സോർവ് ചെയ്യാൻ ഭയങ്കര പാടാവും. മുകളിൽ പഞ്ചസാര പാനി വരും, പക്ഷെ ഉള്ളിൽ പിടിക്കാതെ കിടക്കും. അതുകൊണ്ട് മെല്ലെ ചെറിയ തീയിലിട്ട് വേവിച്ച് എടുക്കണം. അതുകൊണ്ട് ചൂട് നന്നായി നോക്കണം. അത്രയും കുറവിൽ മാത്രം ഇട്ടിട്ട് വേണം ഇത് എടുക്കാൻ. കണ്ടില്ല, ഇപ്പം നമ്മുടെ ഇതിന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് കോരിയിട്ട് ചൂടോടുക്കനെ തന്നെ ആ ചൂടായ പഞ്ചസാര അവലേക്ക് ഇടണം. അത്ര ഭയങ്കരമായിട്ട് തിളച്ചിരിക്കുന്ന പഞ്ചസാര പാവല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണല്ലോ, കുറച്ചൊന്ന് തണുത്തുണ്ടാവും, എന്നാലും അതിന് ചൂടുണ്ടാവും. ഇത് ചൂടോടുക്കനെ തന്നെ ഈ ബോൾ അതിലിട്ട് വെക്കണം. നല്ല ഇതിലാണ് നമ്മൾ ചൂടൊക്കെ പാകാക്കിയിട്ടാണ് വെച്ചതെന്ന് വെച്ചാൽ ഒരു മണിക്കൂറോളം, 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അതിലൊക്കെ പാവ് പിടിക്കും. പക്ഷെ ഇത്തിരി ഹാർഡാണെങ്കിൽ അത് പാവ് പിടിക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.